ദൈവരാജ്യത്തിന് വേണ്ടി ചുമൽ കൊടുക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. തുരുമ്പിച്ച് തീരാനുള്ളതല്ല, നമ്മുടെ ജീവിതം തേഞ്ഞു തീരണം. മനസ്സിലായില്ല അല്ലേ? പെരയ്ക്കകത്തിരുന്ന് ഇങ്ങനെ തുരുമ്പിച്ച് തീരാനുള്ളതല്ല ജീവിതം. ഞാൻ കർത്താവിനോട് പറയുന്ന കാര്യമുണ്ട്, എന്തെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സമയത്ത് മടങ്ങിപ്പോകുമ്പം ആരും പറയരുത് പുള്ളി ആർക്കും ഒരു ഗുണമില്ലായിരുന്നു, തുരുമ്പിച്ച് തീർന്നാന്ന് പറയരുത്. തേഞ്ഞ് തീരണം, അവസാനം വരെയും തേഞ്ഞ്. കർത്താവിന് വേണ്ടി ഈ ശരീരം, ഈ മൺകൂടാരം കൊണ്ട് ചെയ്യാവുന്നത് മുഴുവൻ. ഉറക്കളപ്പെങ്കിൽ ഉറക്കളപ്പ്, പട്ടിണിയെങ്കിൽ പട്ടിണി, കഷ്ടതയെങ്കിൽ കഷ്ടത, യാത്രയെങ്കിൽ യാത്ര. എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം, എൻ്റെ ലൈഫ്, എൻ്റെ ബുദ്ധി, എൻ്റെ ശബ്ദം, എൻ്റെ കഴിവ്, എല്ലാം സകലതും ആ പാദത്തിലോട്ടൊന്ന് ഇട്ടുകൊടുത്തേ. ഇന്ന് തിരുവനന്തപുരം സഭയോട് പറയുന്നു, ആ പാദത്തിലോട്ടൊന്ന് ഇട്ടുകൊടുത്തേ. നിന്നെ, നിന്റെ കുടുംബത്തെയും എൻ്റെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. ഹല്ലേലൂയ. അവൈലബിൾ ആകുക, പറഞ്ഞ അവൈലബിൾ ആകുക. പ്രൈസ് ദി ലോർഡ്. ഈ ശമൂവേലിനോട് ഏലി പറഞ്ഞു കൊടുത്ത എന്നാന്നറിയോ? 1 ശമൂവേൽ 3:10-11. അപ്പോൾ യഹോവ വന്ന് മുൻപിലത്തെ പോലെ ശമൂവേലിനെ പിന്നെയും വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നെന്ന് പറഞ്ഞു. അടുത്ത വാക്യം, 11-ാം വാക്യം. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഞാൻ ഇസ്രായേൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. യഹോവ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യണം. പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യണം. പൊതുവെ ആളുകൾ എന്ത് ചെയ്യത്തില്ല, ഇപ്പൊ ഇപ്പോഴീ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിലും ഇതേ കൂടെ കേട്ട് ഇതേ കൂടെ വിടുക. റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ, നിങ്ങളത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കും. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യനെ ദാൻ മുതൽ ബർഷേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനാക്കി മാറ്റി. അവന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും നിലത്ത് വീഴാൻ ദൈവം അനുവദിച്ചില്ല. പ്രവാചകനായ യെശയ്യാവിനോട് ദൈവം ഇടപെടുമ്പോൾ 6-ാം അധ്യായം 8-ാം വാക്യം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന വാക്കിതാണ്, അടിയനിതാ, അടിയനെ അയക്കണമേ. കർത്താവിന് വേണ്ടി ജീവിതം ഒന്ന് ഇട്ടുകൊടുക്കുന്നവർ, അവൻ്റെ മുൻപിലേക്കൊന്ന് ഇട്ടുകൊടുക്കാൻ തയ്യാറാകുന്നവർ, ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നവർ. കള്ളുകൂടി വിടുക, പുകവലി വിടുക, ദുർസ്വഭാവങ്ങൾ വിടുക, പാപസ്വഭാവങ്ങൾ വിടുക, തെറ്റായ ബന്ധങ്ങൾ വിടുക. ഇതെല്ലാം ഒന്ന് വിട്ട് കർത്താവിൻ്റെ മുൻപിലേക്ക് എല്ലാം, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുമ്പോൾ എല്ലാം കൊടുക്കണം. നിങ്ങളുടെ പണം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമയം എല്ലാം കൊടുക്കണം. കൊടുക്കാവോ? എല്ലാം കൊടുത്താൽ പിന്നെ കർത്താവാ ഡീൽ ചെയ്യുന്നേ. എല്ലാം കൊടുത്താൽ കർത്താവാ പിന്നെ ഡീൽ ചെയ്യുന്നേ. ഒരിക്കലൊരു സ്ഥലത്തൊരു മനുഷ്യനൊരു വീട് കെട്ടി. വീടിന് 10 മുറി. അപ്പൊ അവിടെ കഥയാണ്, ഇതൊരു കഥയാണ്, സംഭവമല്ല, ഒരു കഥയാണ്. വീടിന് 10 മുറി. അപ്പോ അവിടെ പിശാചിന്റെ ശല്യമുള്ള സ്ഥലമാണ്. ഇപ്പൊ പാമ്പിന്റെ ശല്യം എന്തെന്ന് കേൾക്കുന്ന പോലെ പിശാചിന്റെ ഭയങ്കര ശല്യമുള്ള സ്ഥലമാണ്. രാത്രി 12 മണി കഴിയുമ്പോൾ ഓരോ വീട്ടിലും സാത്താൻ വന്ന് ആക്രമിക്കും. കഥയാണേ. അപ്പൊ ഇദ്ദേഹം 10 മുറി വെച്ചപ്പം ഒരു മുറി യേശുവിന് വേണ്ടി കൊടുത്തു. എന്തിനാണെന്നറിയോ? ചിലർ തലയണയുടെ അടി ബൈബിള് വെക്കുന്ന പോലെ സാത്താൻ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു മുറി യേശുവിന് കൊടുത്തു. അന്ന് രാത്രി പിശാജ് വന്ന് കതകെ മുട്ടി. പിശാജാന്ന് അവൻ ഓർത്തില്ല. കതക് തുറന്നു, ചാടി അകത്ത് വീണു, അവൻ്റെ കഴുത്തെ പിടിച്ചു, വെട്ടിച്ച് കുതറി മാറി ഓടി. എന്നിട്ട് ഓടിച്ചെന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഇത് ശരിയായില്ല. ഇവിടെ ആരും നിന്നെ വീട്ടിൽ വിളിക്കാതിരുന്നപ്പം 10 റൂം ഞാൻ വെച്ചു, 9 മുറിയും ഞാൻ എടുത്തപ്പോഴും ഒരു മുറി ഞാൻ നിനക്ക് തന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളെപ്പോലെ യേശു ഒന്നും മിണ്ടിയില്ല, അനങ്ങാതിരിക്കുവായിരുന്നു. അവനപ്പം മനസ്സിലായത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അവൻ തീരുമാനിച്ചു, 5 മുറി യേശുവിന്, 5 മുറി എനിക്ക്. ഒരുമാതിരി തിരുവനന്തപുരം വിശ്വാസികളെ പോലെ 50-50. ഏതാ 50-50? 5 മുറി യേശുവിന്, 5 മുറി എനിക്ക്. അന്ന് രാത്രിയിലും സാത്താൻ അവനെ ഉപദ്രവിക്കാൻ വന്നു. അവൻ്റെ കോളറിലും കഴുത്തിലും കൂടെ ചേർന്ന് പിടിച്ചു.
കൈ വെട്ടിച്ച് കുതറി ഓടി അകത്തേക്ക്. എന്നിട്ട് കർത്താവിൻ്റെ അടുക്ക് ചെന്ന് ഭയങ്കര പരിഭവം. കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, ഇത് ശരിയായ നടപടിയല്ല. ഞാൻ 5 മുറി നിനക്ക് തന്നു, 5 ഞാൻ എടുത്തു, പകുതിയാക്കി, എന്നിട്ട് നീ ഇടപെട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തീരുമാനിച്ചു, വേണ്ട, 9 മുറിയും യേശുവിന്, 1 മുറി മതി എനിക്ക്. അന്ന് രാത്രിയിലും സാത്താൻ വന്നു. അപ്പോൾ അവനിങ്ങനെ റെഡി ആയിരിക്കുക. ഇപ്പോൾ സാത്താൻ വരുമ്പോൾ കർത്താവ് അകത്ത് നിന്ന് കൈ ഉയർത്തും, സാത്താൻ തകർന്നു പോകും. പക്ഷെ യേശു വന്നില്ല. അന്ന് രാത്രിയിലും പിശാച് അവനെ ഇടിച്ചെന്നാ കേൾക്കുന്നത്. പിടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ അവിടുന്ന് കുതിറി ഓടി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞു, വഴക്കുണ്ടാക്കി. അപ്പോഴും നിങ്ങളെ പോലെ യേശു ഒന്നും മിണ്ടിയില്ല. അവൻ തീരുമാനിച്ചു, 10 മുറിയും യേശുവിന്. എന്നിട്ട് ഞാൻ യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ പോകും. അന്ന് അവൻ സെപ്പറേറ്റ് മുറിയിലല്ല, 10 മുറി യേശുവിന് കൊടുത്തു. എന്നിട്ട് അവൻ യേശുവിൻ്റെ കൂടെ അവിടെ ഇരുന്നു, കർത്താവിൻ്റെ കൂടെ അവിടെ ഇരുന്നു. അന്ന് രാത്രിയിലും സാത്താൻ വന്നത്രേ, കതകിൽ മുട്ടി. പക്ഷെ അന്ന് രാത്രി കതക് തുറക്കാൻ പോയത് അവനല്ല, യേശു ആ കതക് തുറക്കാൻ പോയത്. യേശു കർത്താവ് ചെന്ന് കതക് തുറന്നതും സാത്താൻ കണ്ടത് യേശുവിനെയാണ്. സാത്താൻ പറഞ്ഞത്രേ, അയ്യോ സോറി, അഡ്രസ് മാറിപ്പോയെന്ന്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, പൂർണ്ണമായി നിന്നെ കർത്താവിന് കിട്ടിയാൽ പിന്നെ നീ അല്ല ഒന്നും ഡീൽ ചെയ്യുന്നത്, നീ അല്ല ഒന്നും കൈകാര്യം ചെയ്യുന്നത്. നിനക്ക് വേണ്ടി സകലവും കർത്താവായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പൂർണ്ണമായും, നിങ്ങളെ പരിപൂർണമായും ഒന്ന് വിട്ടുകൊടുത്തേ, ഒന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അടിയനീത കർത്താവേ, അടിയനീത എന്നെ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞേ, കർത്താവിനോട് പറഞ്ഞേ, ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തേ. നിങ്ങളെ പൂർണ്ണമായി യേശുവിന് ലഭ്യമാകുമ്പോൾ, നിങ്ങളെ പൂർണ്ണമായി കർത്താവിന് ലഭിക്കുമ്പോൾ, നിങ്ങളുടെ വിഷയം പിന്നെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളല്ല, സാഹചര്യമല്ല, വ്യക്തികളല്ല, സ്വർഗത്തിലെ ദൈവമായിരിക്കും. സ്വർഗത്തിൽ എല്ലാവരും കണ്ണം തുറന്നേ. നിങ്ങൾ ഇരുന്നേ, എല്ലാവരും ഇരുന്നോ. ഒന്നുകൂടെ താഴേക്ക് പോനെ, സോറി. ഇങ്ങോട്ട് കേട്ടെ. ദൈവം കേൾക്കുന്നോ? ദൈവം ഒന്നും എറിഞ്ഞു തരുന്നവനല്ല. ഇങ്ങോട്ട് കേട്ടോ. ഇതിൽ കൂടുതൽ നല്ലൊരു ഉദാഹരണം എനിക്ക് പറയാനില്ല. പലതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പലതും നടക്കുന്നില്ലല്ലോ അല്ലേ, പലതും കിട്ടുന്നില്ലല്ലോ അല്ലേ, തടസ്സമല്ലേ, പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ഉറപ്പല്ലേ, പ്രവചനമല്ല, കറക്റ്റല്ലേ ഈ പറയുന്നേ? ഒരു കാര്യം കേട്ടോണം, ദൈവം ഒന്നും എറിഞ്ഞു തരുന്നവനല്ല. നായ്ക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ, നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ ദൈവം ഒന്നും എറിഞ്ഞു തരുന്നവനല്ല. അടുക്കൽ വരുന്നവന്റെ കയ്യിലോട്ട് കൊടുക്കുന്നവൻ. അവൈലബിൾ ആകണം. ദൈവത്തിന്റെ അടുത്ത് വരണം. പ്രാർത്ഥനയിൽ നീ സമയം ചെലവഴിക്കണം. ഓ, ആ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. തിരിച്ചു വെച്ചിട്ട് പോയോ? അവിടെ നിന്ന് തിരിച്ചു തന്നോ? ക്രിസ്റ്റിപ്പാസ് തിരിച്ചു വെച്ചിട്ട് പോയി. ദൈവം അങ്ങനല്ല, ദൈവം തന്നതാ. തിരിച്ചെടുക്കുക. ആവശ്യമുണ്ടോ? അങ്ങ് ദൂരെ നിൽക്കാതെ അടുത്തുക. അവന്റെ മുൻപിലേക്ക് നിന്നെ ഇട്ടു കൊടുക്ക. നെടുമ്പാട് വീഴ്, പ്രാർത്ഥിക്ക. മോശെ, ആടിന് പ്ലാവിന്റെ ഇലയും ചെടിയും ചായച്ചു കൊടുക്കുന്ന നിന്റെ കമ്പ് ചെങ്കടൽ വിഭാഗിക്കുവാനും പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാനും സൂപ്പർ നാച്ചുറലായി സർപ്പങ്ങളെ വിഴുങ്ങുവാനും മന്ത്രവാദികളെ നിലയ്ക്ക് നിർത്താനും സാധിച്ചതിന്റെ കാരണം നിന്റെ കയ്യിലുള്ള വടി എന്റെ വടിയായി മാറിയത് കൊണ്ടാണ്. വേറൊന്നും വേണ്ട. IPC ചർച്ച് ഓഫ് ഗോഡിൽ പോയത് കൊണ്ട് വിടുതൽ നടക്കില്ല. ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് ഷാരോനി പോയത് കൊണ്ടോ, ഷാരോനിൽ നിന്ന് AG പോയത് കൊണ്ടോ, AG എവല്ലി ഫീസ്റ്റിൽ പോയത് കൊണ്ടോ, എവല്ലി ഫീസ്റ്റിൽ നിന്ന് ജീസസ് ഈസ് അലൈവ് വന്നത് കൊണ്ടോ വിടുതൽ നടക്കത്തില്ല. നിന്നെ കർത്താവിന് കിട്ടണം. നിന്റെ കർത്താവിന് കിട്ടണം. അവൈലബിൾ ആയി നോക്കി.
40 രാവും 40 പകലും സീനായി പർവ്വതത്തിന്റെ മുകളിൽ മോശ കയറി 40 ദിവസം ദൈവത്തിന്റെ കൂടങ്ങിയിരുന്നു പ്രാർത്ഥനയിൽ. സോളോമൻ ബ്രദറെ, തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മോശ ഇറങ്ങി വരുമ്പോൾ ആളുകൾക്ക് അവന്റെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല. കാരണം ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന പ്രകാശം പോലെ മുഖത്തിങ്ങനെ തേജസ് റേഡിയേറ്റ് ചെയ്യുകയായിരുന്നു. ഗ്ലോറി. ഒരു ഫ്ലൂറസെന്റ് പേപ്പറിനകത്ത് അല്ലെങ്കിൽ ഒരു സാധനത്തിനകത്ത് ഒരു ടോർച്ച് എടുത്ത് അടിച്ചിട്ട് ടോർച്ച് അങ്ങ് ഓഫ് ചെയ്യുമ്പം ആ സാധനം ഇവിടെ നിന്ന് തിളങ്ങുന്നത് പോലെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന മോശയുടെ മുഖം ശോഭിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കയ്യിൽ ആരെയൊക്കെ കിട്ടിയാലും അവരെ ശോഭിച്ചിരിക്കും. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും രാത്രിയിലും ഒക്കെ നിങ്ങൾ പ്രാർത്ഥനയിലിരിക്കണം. മോളെ, നിന്നെ ദൈവത്തിന് കിട്ടിയാണ്ടല്ലോ. ഈ 17 വയസ്സുകാരനെ, നിങ്ങളുടെ മുമ്പിൽ ഈ മൈക്കുമായിട്ട് നിൽക്കുന്ന ഈ 17 വയസ്സുകാരനെ, ഒന്നുമല്ല ഞാൻ, ഒരു സാധാ കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ, 10 പേരുടെ മുമ്പിൽ നിൽക്കാൻ അറിഞ്ഞൂടാത്തവൻ, 2 പേരോട് സംസാരിക്കാൻ അറിഞ്ഞൂടാത്തവൻ, പാടാൻ അറിഞ്ഞൂടാത്തവൻ, വർത്താനം പറയാൻ അറിഞ്ഞൂടാത്തവൻ, നല്ല രീതിയിൽ ഇടപെടാൻ അറിഞ്ഞൂടാത്തവൻ, കുറച്ച് തമാശയും പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടന്നവൻ ഇന്ന് ഈ ശുശ്രൂഷ നിൽക്കുന്ന എന്നാന്നറിയോ? എൻ്റെ 17ാമത്തെ വയസ്സിൽ ആ പാദത്തിലോട്ട് ഞാൻ എന്നെ അങ്ങ് ഇട്ടുകൂടും. നാട്ടുകാരെന്നെ എതിർത്തു, വീട്ടുകാരെന്നെ എതിർത്തു, കുടുംബക്കാരെന്നെ എതിർത്തു. 18ാമത്തെ വയസ്സിൽ പള്ളിക്കാരെന്നെ പുറത്താക്കി, ലോകം മുഴുവൻ എനിക്കെതിരായി. പക്ഷെ എന്നെ യേശുവിന് കിട്ടി, യേശുവിനെ എനിക്കും കിട്ടി. ഓ ഹല്ലേലൂയ! ഇത് മതി. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഇന്ന് പകൽ പ്രതികൂലമാര്? വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. ഒന്ന് നാം അവന്റെ മുൻപാകെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. 2 നാം അവന്റെ മുൻപാകെ അവൈലബിൾ ആകുക, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പുത്രനെ പിതാവ് പുത്രനെ ഏൽപ്പിച്ചു തന്നല്ലേ നമ്മൾ വായിച്ചു. വിട്ടുകൊടുക്കുക, കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക, സഭയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. മക്കളെ, ക്രിസ്റ്റിഫാസ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുമ്പം നിങ്ങളത് വലിയ സന്തോഷത്തോടെ അത് പിടിക്കണം. സഭയുടെ ഒരു കാര്യം ചെയ്യുക, തൂക്കുകാരിക്കും, വാരുകാരിക്കും, കസേരയിടുകാരിക്കും, കൈ കൊടുക്കുകാരിക്കും, പ്രാർത്ഥിക്കുകാരിക്കും, സ്വത്രാഴ്ച എടുക്കായിരിക്കും, എന്താകട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ ഉത്തരവാദിത്തമെങ്കിലും ദൈവദാസൻ പ്രാർത്ഥിച്ച് നമ്മളെ ഏൽപ്പിച്ചെന്ന് കണ്ടാൽ സന്തോഷിച്ചോണം. കാരണം ഇത് ദൈവീക കാര്യമാണ്, ദൈവീക കാര്യമാണ്. അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്, വിലയുണ്ട്, വാല്യുണ്ട്. ഇനിയല്ല, ഒന്നും ഏൽപ്പിച്ചില്ലയോ? വലിയൊരു ശുശ്രൂഷ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, നിങ്ങൾക്ക് മീതിയുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അതുപോലൊരു ദൗത്യം വേറെ ഉണ്ടോ? നിങ്ങൾക്ക് ദൈവം തന്ന നന്മകൾ, നിങ്ങളുടെ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം കർത്താവിന് മുമ്പിൽ കൊടുക്കണം. ദശാംശം ഒന്നും പിടിച്ചു വെക്കരുത്. ഞാൻ ഇന്ന് സ്തോത്രകാഴ്ച എടുക്കുന്ന സമയം കഴിഞ്ഞ് ലേറ്റായിട്ടാണ് എത്തിയേ. പക്ഷെ എൻ്റെ സ്തോത്രകാഴ്ച എൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഈ സ്തോത്രകാഴ്ചയും കൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ വെളിയിൽ നിന്ന സഹോദരൻ്റെ കയ്യിൽ 6 കിലോ കൊടുത്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല. വെളിയിൽ നിന്ന സഹോദരൻ്റെ കയ്യിൽ ഞാൻ അതെടുത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇത് ഇട്ടേക്കണം, കാരണം ഇത് കർത്താവിന് വേണ്ടി വേർതിരിച്ച് കൊണ്ടുവന്നതാ. അതെന്റെ അല്ല, അതെന്റെ അല്ല, അതെന്റെ അല്ല, അതെന്റെ അല്ല. ഹല്ലേലൂയ. ആ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു ദൈവത്തോടുള്ള ബന്ധം നിങ്ങളിൽ ഉണ്ടാകണം. 3ാമത്തെ വിഷയം, പെട്ടെന്ന് 3ഉം 4ഉം പെട്ടെന്ന് പറഞ്ഞു പോകാം. ഹല്ലേലൂയ. 3ാമത്തെ വിഷയം, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന 3ാമത്തെ കാര്യം, നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുന്നവരായിരിക്കും. അക്കൗണ്ടബിൾ ആയിരിക്കണം. പറഞ്ഞ അക്കൗണ്ടബിൾ ആയിരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? കണക്ക് ബോധിപ്പിക്കുക. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ ഈ അക്കൗണ്ട്സിൽ ഇരുന്നിട്ടുള്ളവരോ ക്യാഷിൽ ഇരുന്നിട്ടുള്ളവരോ ഒന്ന് കൈ ഉയർത്താം. ഒത്തിരി പേരുണ്ടല്ലോ. ഈ കട അടയ്ക്കുന്നതിന് മുമ്പ് ഈ സംഭവം ക്ലോസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ക്ലോസ് ചെയ്യത്തില്ല, അപ്പം മുഴുവൻ കണക്ക് നോക്കത്തില്ലേ?
കണക്ക് നോക്കി കണക്ക് തീർത്ത് ക്യാഷ് ഇൻ ഹാൻഡ്, അവൈലബിൾ ബാലൻസ്, ബാങ്കിൽ ഇടേണ്ടത്, കടം വീട്ടേണ്ടത്, കടക്കാർക്ക് കൊടുക്കേണ്ടത്, ഇതെല്ലാം വേർതിരിച്ച് ഈ കണക്ക് കൃത്യമായി എഴുതി കണക്ക് ബോധിപ്പിക്കാറുണ്ടോ നിങ്ങൾ? ഇനി കൈ ഉയർത്തണ്ട. ബോധിപ്പിച്ചിട്ടുണ്ടോ? ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരുന്നു വിശ്വസ്തരായി നിന്നൊരു സ്റ്റാഫ്, ഫെയ്ത്ത്ഫുൾ സ്റ്റാഫാണ്. ഇത് ദൈവത്തിന്റെ ശുശ്രൂഷയിലുമുണ്ട്, ഇത് കർത്താവിന്റെ സന്നിധിയിലുമുണ്ട്. വായിച്ചിട്ടുണ്ടോ? അയ്യോ, ഇത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇതാ. റോമർ 14:12. ആകയാൽ, റോമർ 14:12 എല്ലാവരും ഒന്ന് വായിച്ചേ. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കും. ആ ടി വി കാണാൻ പറ്റുമോ, അല്ലെ ബൈബിളിൽ കാണാൻ പറ്റുന്ന ഒരു ഉറക്കെ ഒന്ന് വായിച്ച വാക്യം. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണ്ടോ എന്തിന്റെ കണക്ക്? ദൈവം നമ്മളെ എന്തെല്ലാം ഏൽപ്പിച്ചോ ഇതിന്റെ എല്ലാം കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും. എനിക്ക് കർത്താവ് ഇച്ചിരി പൈസ തന്നാൽ എനിക്കറിയാം അത് ദൈവസന്നിധി എന്നെ കണക്കുണ്ട്. ഞാൻ ദശാംശം കണക്ക് നോക്കിയല്ല കൊടുക്കുന്നത്. എന്തായാലും 10-1 ഞാൻ കുറയത്തില്ല. ഞാൻ കൊടുക്കുന്നത് 10-1 കുറയത്തില്ല, കൂടുതൽ ചെയ്തെങ്കിലേ ഉള്ളൂ. അത് മനസ്സ് പോലെയാണ് കൊടുക്കുന്നത്. എൻ്റെ ഗിവിങ് ആറ്റിറ്റ്യൂഡെല്ലാം മനസ്സ് പോലെയാണ്. ഹല്ലേലൂയ. അത് ഇന്നലെ പോലും ചില കാര്യങ്ങളിൽ അങ്ങനെയായിരുന്നു. നമ്മുടെ അടുക്കൽ വന്ന ആളുകൾ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ പറയുമ്പം അതെങ്ങനെ അവർക്ക് പരിഹരിക്കാന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഭാഷ. കണക്ക് നോക്കിയല്ല കൊടുക്കുന്നു. കാരണം എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിഞ്ഞൂടാ. നാളത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അതെന്നെ അടുത്തറിയാവുന്ന എല്ലാവരും എന്നെ വഴക്ക് പറയുന്ന ഒരു കാര്യം കൂടെ. ദൈവം നാളെ കരുതും എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആവില്ല കേട്ടോ. ഞാൻ പിടിക്കുന്ന പിടുത്തത്തിലൊന്നും കയറി പിടിച്ചു പിന്നെ നോക്കിക്കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ബൈ ഫെയ്ത്തിൽ പോവുകയാണ്. പക്ഷേ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ പറയുകയാണ്, സാമുവേൽ ഇഞ്ഞുവാണ്, അതല്ല ഊരി വെക്കും. സാമുവേൽ പറയാണ്, സാമുവേൽ ഒരു പറഞ്ഞോട്ടെ, നല്ല കുഞ്ഞാ കേട്ടോ. സാമുവേൽ ഒരു ചെറിയ കുരുത്തക്കേട് കാണിച്ചെന്നിരിക്കട്ടെ. ഇതുവരെയും കാണിച്ചിട്ടില്ല, ഇനി കാണിക്കത്തുമില്ല കേട്ടോ. സാമുവേൽ ഒരു ചെറിയ കുരുത്തക്കേട് കാണിച്ചെന്നിരിക്കട്ടെ ചർച്ചിനകത്ത്. ഉടനെ ക്രിസ്റ്റി പാസ്റ്റർ പറഞ്ഞു, ഇത് ടിനു പാസ്റ്ററോട് പറയണം, ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇത് പരിഹരിക്കണം, ഇത് ചർച്ചിന്റെ കാര്യമാണ്. ഉടനെ സാമുവേൽ പറയാണ്, എനിക്ക് ടിനു പാസ്റ്ററോടൊന്നും പറയാനില്ല, ടിനു പാസ്റ്ററോടൊന്നും എനിക്ക് പറയാനുമില്ല, ഞാൻ പറയത്തുമില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞോളാം. ഞാൻ എന്തെങ്കിലും ഉണ്ട്, എനിക്ക് ക്രിസ്റ്റി പാസ്റ്ററോടൊന്നും പറയാനില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ട് ഞാൻ എവിടെ പറഞ്ഞോളാം, ദൈവത്തോട് പറഞ്ഞോളാം. എനിക്ക് കോശി ബ്രദറിനെ ഒന്നും ബോധിപ്പിക്കാനില്ല. എന്തെങ്കിലും ഉണ്ട് ഞാനും എൻ്റെ ദൈവമായിട്ട് തീർത്തോളാം. അവിടെയാ പ്രശ്നം. ടിനു പാസ്റ്ററിനെ ഈസി ആയിട്ട് ബോധിപ്പിക്കാം. ഏതാ? അണ്ട് ഇപ്പൊ ചിരിക്കുന്ന പോലെ ഒന്ന് ചിരിച്ചാൽ മതി. മതി വന്ന് കെട്ടിപ്പിടിച്ച്, വാസ എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നത്, വാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. വാസ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വാസ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഞാനങ്ങ് സന്തോഷിക്കും. എൻ്റെ മനസ്സിലുള്ള നിന്റെ കാര്യമെല്ലാം ഞാൻ മറന്നു പോവുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ദൈവം തമ്പുരാനെ ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുത്ത് പ്രസാദിപ്പിക്കാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യനെ സെറ്റാക്കാം. ചിരിച്ചോ, തമാശ പറഞ്ഞോ, തോളത്തടിച്ചോ, ബിരിയാണി മേടിച്ചു കൊടുത്തോ ഒക്കെ നമുക്ക് സെറ്റാക്കാം. പക്ഷേ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുക, ദൈവത്തിന് ചിലരും പറയുന്നത് ഞാൻ എല്ലാം അങ്ങോട്ട് പറഞ്ഞോളാം. ആരോടാണ് ഈ പറയുന്നേ? നിന്റെ ഓരോ നെടുവീർപ്പുകളെയും, നിന്റെ ഓരോ ചലനങ്ങളെയും, നിന്റെ ഓരോ മെസ്സേജുകളെയും, നിന്റെ ഓരോ ആറ്റിറ്റ്യൂഡ്സിനെയും കൃത്യമായി അറിയാവുന്നവൻ. ആമേൻ. അണ്ടർസ്റ്റാൻഡ് മീ? താങ്ക് യു മോനെ. അത് ചെറിയൊരു കാര്യമല്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ നിൽക്കേണ്ടതാണ്. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ, എന്നെ ഏൽപ്പിച്ച
സഭകൾ, ആളുകൾ, സമ്പത്ത്, കുടുംബം, മക്കൾ, ബന്ധങ്ങൾ എല്ലാം ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. അന്ന് തല താഴ്ത്തി പിടിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിതനാകേണ്ട വ്യക്തിയല്ല ഞാൻ. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അച്ഛാ എന്തേ പലർക്കും അങ്ങനൊരു ദിവസമുണ്ട്, അങ്ങനൊരു ദിവസമുണ്ട്. ഓ ജീസസ്, ഇവിടെ കയറി വരിക എന്നോട് പറയുന്നൊരു ദിവസമുണ്ട്. എൻ്റെ പേർ വിളിക്കും, പുസ്തകം തുറക്കും. ക്രിസ്റ്റിൻ ജോർജ്, ടിനു ജോർജ്, ആഷിഷ് ബേബി എന്ന് വിളിക്കുമ്പോൾ അപ്പനും അമ്മയും നാട്ടുകാരും അസിസ്റ്റന്റ് പാസ്റ്ററും വാ നീ ഇവിടെ പാടാ, ചേച്ചിനൂടെ വാ, അവിടെ അല്ല, എല്ലാരും അല്ല, ഒറ്റയ്ക്ക്. എങ്ങനെയാ? ഷിജിനില്ല, ക്രിസ്റ്റി പാസ്റ്റർ ഇല്ല, സ്പിരിച്വൽ ഫാദർ ഇല്ല, മെന്റർ ഇല്ല, അസിസ്റ്റന്റ് പാസ്റ്റർ ഇല്ല, നേരത്തെ ഇരുന്ന പാസ്റ്റർ ഇല്ല, ഇപ്പോഴുള്ള പാസ്റ്ററും ഇല്ല. നീ ഒറ്റയ്ക്ക്. ബാക്കി എല്ലാ ആളുകളും താഴെ കാണും. തിരുവനന്തപുരത്തുള്ള വിശുദ്ധന്മാരും പാസ്റ്റർമാരും ആബാലവൃദ്ധം ജനവും ആദം തുടങ്ങി തോട്ടത്തിൽ നിന്ന് പഴം എടുത്തു കഴിച്ച ഹൗവ അമ്മച്ചി തുടങ്ങി, ആദം തുടങ്ങി, അബ്രഹാം തുടങ്ങി. അയ്യോ, അബ്രഹാമൊക്കെ നിൽക്കുക അവിടെ. അന്നേരം ഞാൻ സ്റ്റേജിൽ കയറി ചെല്ലുന്നേ, മുന്നിലോട്ട് സിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്നേ. അബ്രഹാമൊക്കെ എന്നെ കാണുക. പൗലോസ് നിപ്പുണ്ട്, പത്രോസ് നിപ്പുണ്ട്, യാക്കോബ് നിപ്പുണ്ട്, യോഹന്നാൻ നിപ്പുണ്ട്, റെയ്നാഡ് ബോങ്കെ നിപ്പുണ്ട്, ബില്ലി ഗ്രഹാം നിപ്പുണ്ട്, മുഴുവൻ വിശുദ്ധന്മാർ നിപ്പുണ്ട്, അപ്പോസ്തലന്മാർ നിപ്പുണ്ട്, ഏലിയാവ് നിൽപ്പുണ്ട്, എലീശ നിൽപ്പുണ്ട്, ഇരമ്യാവ് നിൽപ്പുണ്ട്, യെശയ്യാവ് നിൽപ്പുണ്ട്. ഇവരെല്ലാം നിൽക്കുമ്പോൾ എൻ്റെ പേർ വിളിക്കുകയാണ്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഇവരുടെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് മൈ ഫെയ്ത്ത്ഫുൾ സെർവന്റ്. അതല്ലേ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രകാശ ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരി കരകൂടിയാകാശേ പേർ വിളിക്കും. ഇത്രയും വിശുദ്ധന്മാരുടെ മുൻപിൽ ഈ ഭൂമിയിൽ എനിക്കൊന്നും മനുഷ്യൻ പറഞ്ഞതുപോലെ, ഞാൻ ചിന്തിച്ചതുപോലെ എനിക്ക് പലതും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ സഭയോട്, എൻ്റെ ദൈവദാസനോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹജീവികളോട്, സഹപ്രവർത്തകരോട്, എൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ ഞാൻ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്ന കാരണം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ പേർ വിളിക്കപ്പെട്ടാൽ ഞാനല്ലേ അനുഗ്രഹീതനായവൻ? അല്ലെങ്കിൽ ഇത്രയും വിശുദ്ധന്മാരുടെ നടുവിൽ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല വിശുദ്ധന്മാരും മോശയും സകല പ്രവാചകന്മാരും പൗലോസും അപ്പോസ്തലന്മാരും ദൂതന്മാരും ഒക്കെ നിൽക്കുന്ന ആ സദസ്സിൽ വെച്ചിട്ട് ഇവനെ ആ തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞുകളക എന്നുള്ള വാക്കാണോ വലുത്? അതോ വിശ്വസ്തൻ എന്ന് കേൾക്കുന്നതാണോ വലുത്? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫെയ്ത്ത്ഫുൾ ആകണ്ടേ, ഞാൻ അവൻ അവൈലബിൾ ആകണ്ടേ, ഞാൻ അക്കൗണ്ടബിൾ ആകണ്ടേ. അക്കൗണ്ടബിലിറ്റിയുടെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. യേശു കർത്താവ് 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ലൂക്കോസ് 10:1 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരെ ഈരണ്ടായി ഊരുകളിലേക്ക് അയച്ചു. ആരയച്ചു? യേശു അയച്ചു. നമ്മളെ എപ്പോഴും നമ്മുടെ മീതെ ഉള്ളവർ സെൻഡ് ചെയ്യുന്നത്, അയക്കപ്പെട്ടവരായി പോകുന്നത്, പിണങ്ങി പിടഞ്ഞെഴുന്നേറ്റ് വഴക്കുണ്ടാക്കി പോകുന്നവരായിട്ടല്ല, നമ്മളെപ്പോഴും അയക്കപ്പെട്ടവരായി സെൻഡ് ചെയ്ത് വിടുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിനൊരു ബ്ലെസ്സിങ് ആണ്. യേശു അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയച്ചു.
ഹല്ലേലൂയ. Hallelujah. അവർ അവിടെ ചെന്നു. അവരുടെ ശുശ്രൂഷയിൽ ഭൂതങ്ങൾ വിട്ടുപോയി. അത്ഭുതങ്ങൾ പലതും നടന്നു. ഇനി കേട്ടേ നിങ്ങൾ, യേശു കർത്താവ് കൂടെ പോയോ? അവരെന്തുവാ ചെയ്യുന്നത്? എവിടാ പോയെന്ന് അന്വേഷിക്കാൻ പോയോ? ഇല്ല, കർത്താവ് അവരെ അയച്ചു. പക്ഷേ അക്കൗണ്ടബിലിറ്റി എന്നാന്ന് ഞാൻ കാണിക്കാൻ പോവാ. അക്കൗണ്ടബിലിറ്റി പോയ വഴിക്ക് അങ്ങ് പോവല്ല, തന്നിഷ്ടത്തിനങ്ങ് പോവല്ല. 17-ാമത്തെ വാക്യം, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവരുടെ ശുശ്രൂഷയിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചുവോ അതെല്ലാം യേശുവിനെ റിപ്പോർട്ട് ചെയ്തു. അവർ വന്ന് കർത്താവിനോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു റിപ്പോർട്ട് കൊടുത്തു, അല്ലെങ്കിൽ കർത്താവിനോട് വന്ന് അറിയിച്ചു. എന്ന് പറഞ്ഞാൽ, കർത്താവേ, നീയാണ് ഞങ്ങളെ അയച്ചത്, നിന്റെ അധികാരത്തിലാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അതുകൊണ്ട് അവിടെ എന്തൊക്കെ സംഭവിച്ചോ അതിൻ്റെ മുഴുവൻ കണക്കുകളും അതിൻ്റെ മുഴുവൻ റിപ്പോർട്ടും അവരെ ആരയച്ചോ അവന് ബോധിപ്പിച്ചു. ഇതാണ് അക്കൗണ്ടബിലിറ്റി. ഇവർ അക്കൗണ്ടബിൾ ആണെന്ന് കണ്ടപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാ. ഈ എപ്പോഴും ഓർത്തോണം, അക്കൗണ്ടബിൾ ആയിരിക്കുന്നവരെ ദൈവം അപ്ഗ്രേഡ് ചെയ്യും. അക്കൗണ്ടബിൾ ആണെന്ന് കണ്ടപ്പോൾ കർത്താവ് അവരെ അപ്ഗ്രേഡ് ചെയ്തു. കർത്താവ് അവരോട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഇവയൊന്നും ഒരിക്കലും ഇതുവരെയല്ല, ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. ലൂക്കോസ് 10:19 പറയുന്നു, ഇവയൊന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 4-ാമത്തെ കാര്യം ഇച്ചിരി സമയമെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നത്തെ ലൈവ് ശുശ്രൂഷ 1:30 മണിയായി. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 4-ാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുത്തപ്പെടുന്നവരായി, കറക്റ്റ് ചെയ്യപ്പെടുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ പല കുഞ്ഞുങ്ങളും അവരുടെ ഫ്യൂച്ചർ നശിച്ചു പോകുന്നതിൻ്റെ കാരണവും പലരും പലയിടത്തും എത്തപ്പെടാതെ പോയതിൻ്റെ കാരണവും അവരെ കറക്റ്റഡ് ആകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കറക്റ്റഡ് ആകാതെ പോകുന്നതാണ് കറപ്റ്റഡ് ആകുന്നത്. ഹല്ലേലൂയ. തിരുത്തപ്പെടാതെ പോകുന്നവരാണ് ശരിക്കും തെറ്റിപ്പോകുന്നത്. തിരുത്തപ്പെടുന്നവർ പണിയപ്പെടുന്നവരായിരിക്കും. ഹല്ലേലൂയ. പണിയപ്പെടുന്നവർ പ്രയോജനപ്പെടുന്നവരായിരിക്കും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക, ദൈവം അത് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അവൈലബിൾ ആയിരിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവം അത് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അക്കൗണ്ടബിൾ ആയിരിക്കുക, ദൈവം അത് ആഗ്രഹിക്കുന്നു. അതിലെല്ലാം ഉപരിയായി ദൈവത്തിന്റെ സന്നിധിയിൽ ടീച്ചബിൾ ആയിരിക്കുക, ഒരു പഠിതാവായിരിക്കുക. നിങ്ങൾ തിരുത്തപ്പെടുന്നവരായി, ദൈവിക ഉപദേശങ്ങളിൽ കറക്റ്റ് ചെയ്യപ്പെടുന്നവരാകുക. നിങ്ങളുടെ ലൈഫിനെ അത് പണിതുയർത്തും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എൻ്റെ പാസ്റ്ററോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. എന്നെ എവിടെയെങ്കിലും തിരുത്തണമെങ്കിൽ തിരുത്തണം. നിങ്ങളതിന് അനുവാദം കൊടുക്കണം. നിങ്ങളുടെ അധ്യാപകർക്ക് അതിനുള്ള അനുവാദം. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ തിരുത്തും, നിങ്ങളെ കറക്റ്റ് ചെയ്യും, നിങ്ങളെ ഉപദേശിക്കും, വഴക്ക് പറയും. ചാടിപ്പിണങ്ങി പുസ്തകം എടുത്ത് എറിഞ്ഞ് വഴക്കുണ്ടാക്കി മൊബൈലും എടുത്ത് തല്ലിപ്പൊട്ടിച്ച് പോകരുത്. ആ തിരുത്തപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമായി തീരും. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ഓ റബാശാന്തൽ കരബർദ്ധനിയ. ആടിയനിതാ ദേവ എന്നുള്ള പാട്ടിൻ്റെ ആ വരികൾ ഒന്നുകൂടെ പാടിയാട്ടെ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടി. സദൃശ്യവാക്യം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. Who love instruction, loving knowledge. ഇൻസ്ട്രക്ഷനുകളെ, പ്രബോധനങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ അവൻ ഭയങ്കര ജ്ഞാനമുള്ളവനായിരിക്കും. ശാസനകളെ വെറുക്കുന്നവനോ തിരുത്തലുകളെ വെറുക്കുന്നവനോ മൃഗപ്രായം, അവനൊരു മാനുഷിക പരിഗണനയില്ലാത്ത വ്യക്തിയായിരിക്കും. പക്ഷേ നമ്മൾ ജ്ഞാനമുള്ളവരാകാൻ, നമ്മൾ വിസ്ഡമുള്ളവരാകാൻ, നമ്മുടെ ജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹപൂർണവുമാകാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തിരുത്തലുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ ഇന്ന് കറക്റ്റ് ചെയ്തെങ്കിൽ, ചില കാര്യങ്ങളിൽ ദൈവം നമ്മളെ തിരുത്തിയെങ്കിൽ ആ കാലയിലോട്ട് വീണിട്ട് പറയണം, അടിയനിതാ കർത്താവേ,
എന്നോട് നീ സംസാരിച്ചതിന് നന്ദി കർത്താവേ. എനിക്കിത് പറഞ്ഞു തന്നതിന് നന്ദി കർത്താവേ. എന്നെ ഇത് അറിയിച്ചതിന് നന്ദി കർത്താവേ. എന്നെ വീണ്ടും ഇത് കേൾപ്പിച്ചതിന് നന്ദി കർത്താവേ. എന്നെ ഇത് കേൾപ്പിക്കുവാൻ നിനക്ക് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണപ്പാ നീ എന്നെ ഇത് കേൾപ്പിച്ചത്. നിന്റെ ദാസനിലൂടെ നീ എന്നെ ഇത് അറിയിച്ചത്. ഓ, എന്നെ സമർപ്പിക്കുന്നു കർത്താവ്. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചു യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഓ, ഇപ്പോൾ ലൈവിൽ ഞങ്ങളെ കാണുന്ന, ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർക്ക് വേണ്ടി പേഴ്സണലായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ലൈവ് ഷെയർ ചെയ്യുക. ലൈവിൽ ഇപ്പോൾ ഞങ്ങളെ കാണുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ ലൈവ് ചാറ്റിൽ എഴുതുന്ന പ്രാർത്ഥനാ വിഷയം കേട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഈ ലൈവ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, പങ്കുവയ്ക്കുക, ജോയിൻ ചെയ്യുക. അപ്പോൾ തന്നെ ഈ ചർച്ചിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകാൻ മോശയുടെ കയ്യിലിരുന്ന ആ വടി ദൈവത്തിൻ്റെ വടിയായി തീർന്നതുപോലെ മത്സ്യം മാത്രം പിടിച്ചു നടന്നവൻ മനുഷ്യരെ പിടിക്കുന്നവനായതുപോലെ നിങ്ങളുടെ ജീവിതം ഒരു നാച്ചുറൽ തലത്തിൽ നിന്ന് ഒരു സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ, കർത്താവേ, ഞാനിതുവരെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല, ഞാനിതുവരെ വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരാളല്ല. പക്ഷെ സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ യേശുവിനായി നൽകുന്നു. അപ്പാ, സ്നാനപ്പെട്ട് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ തരുന്നു. സ്നാനം യേശുവിൻ്റെ കൂടെ ചേരാനാണ്, യേശുവിനെ ധരിക്കാനാണ്, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയാണ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തോട് ആ നല്ല മനസ്സാക്ഷി ഉണ്ടാകാൻ, ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, യേശുവിന്റെ കൂടെ ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം, എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്നുള്ളവർ ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചു, നന്നായിട്ട് ഉയർത്തിപ്പിടിക്കണം. അവരുടെ കൈകൾ മാത്രം. എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം, സമർപ്പിക്കണം, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. അവർ കൈകൾ നന്നായിട്ട് ഉയർത്തിയ മോനെ, മോളെ, പുറകിലും മോനെ, അവിടെ ഉയർത്തിയവർ നന്നായി ഉയർത്തി. ആ കൈ ഉയർത്തിയവർക്ക് വേണ്ടി എനിക്കൊന്ന് തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് അവരുടെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. അവരൊന്ന് പെട്ടെന്ന് മുമ്പിൽ വന്നേ, ഒട്ടും മടിക്കണം, പെട്ടെന്ന് വന്നോ, നിൽക്കുന്ന സ്ഥലം വിട്ട് വന്നോ, ഒരു കുഴപ്പമില്ല, ഓടി വരാം. സഹോദരങ്ങളെ, യു ആർ റിയലി ബ്ലെസ്ഡ്, റിയലി ബ്ലെസ്ഡ്. കാരണം ഇതുപോലൊരു മീറ്റിങ്ങിൽ ഞാനും ഇതുപോലെ കൈ ഉയർത്തി പിടിച്ചു. ഞാൻ ഫ്രണ്ടിൽ ചെന്നു, ഞാൻ തിരിഞ്ഞു നോക്കി, ഞാൻ മാത്രം, ഒരാളും കൂടെ എൻ്റെ കൂടെ ഇല്ല. +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയായി ഞാൻ മാത്രം നിന്ന് കരയുകയാണ് ഏറ്റവും മുൻപിൽ. കർത്തൃദാസനും ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരമുയർത്തി പറഞ്ഞു, യേശുവേ, ഈ മീറ്റിംഗിൽ എനിക്ക് നിന്നെ ലഭിച്ചു, എന്നാൽ എന്നെ ഞാൻ നിനക്ക് തരുന്നു. എനിക്ക് വേണ്ടി മരിച്ചവനെ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനെ, എഴുന്നേറ്റവനെ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ആ പ്രാർത്ഥനയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളിലും ഏറ്റവും ശക്തമായ പ്രാർത്ഥന. നിങ്ങൾ ഈ മുമ്പിൽ വന്നില്ല, നിങ്ങൾ തന്നെ വന്നതല്ല, നിങ്ങൾ ഇതൊന്നും ഇന്ന് പ്ലാൻ ചെയ്ത് വന്നവരല്ല. പക്ഷെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് തൊട്ടതാണ്. നിങ്ങൾ വെറുതെ മുൻപിൽ വന്നതല്ല മക്കളെ. നിങ്ങളുടെ ജീവിതം ഭയങ്കരമായി ട്രാൻസ്ഫോം ആകാൻ പോവുകയാണ്. ഒരു വലിയ ചലനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഇവർക്ക് നേരെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, ഈ മുമ്പിൽ നിൽക്കുന്നവർ ഉറക്കെ പ്രാർത്ഥിച്ച, കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങളെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. അപ്പായേ പറഞ്ഞേ, അപ്പായേ, യേശു, അപ്പായേ, എന്റെ ജീവിതത്തെ, എന്റെ ശരീരത്തെ, എന്റെ ആത്മാവിനെ, എന്റെ പ്രാണനെ ഞാൻ അങ്ങയ്ക്കായി നൽകുന്നു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ, ഹൃദയം കൊണ്ട് നീതിക്കായി ഞാൻ വിശ്വസിക്കുന്നു. രക്ഷയ്ക്കായി വായ് കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. അവിടുത്തെ കാൽവറി മരണത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ
ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ,